ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ജനുവരി മാസം 20-ാം തീയതിയാണ്. അപ്പോൾ 20-ാം തീയതി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയോ നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വോങ്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. ബനാറസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഒരു തവണ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ബോക്സിലാണോ എനിക്കറിയില്ല, വാട്സപ്പ് ഗ്രൂപ്പിലാണോ എനിക്കറിയില്ല, എപ്പോഴും ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയെക്കുറിച്ച്, ബനാറസ് എന്ന സിനിമയെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ള പലരും അവർ ചോദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റ് വന്നു പറഞ്ഞാൽ ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സിനിമ. ബനാറസ് എന്ന സിനിമ എഡിറ്റർ റിലീസാണ് ചെയ്തിട്ടുള്ളത്. കന്നഡ ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ഒരു സിനിമ. റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അടുത്തൊരു തെലുങ്ക് സിനിമയാണ്. വോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇന്ന് എഡിറ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സലാർ എന്ന് പറയുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷയിൽ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളാണ് ഇന്നിപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ ഫൈറ്റ് ക്ലബ്ബ് എന്ന സിനിമയാണ്. നമ്മുടെ ലോകേഷ് കനകരാജ് നിർമ്മിച്ച സിനിമയായിരുന്നു. ഈ സിനിമ തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സിംപ്ലി സൗത്ത് അതുപോലെ തന്നെ ടെൻറ്റ് കോട്ട, ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ട് 27-ാം തീയതി ജനുവരി മാസം 27-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അതേ ദിവസം തന്നെ റിലീസ് ചെയ്യുന്നതാണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് രൺബീർ കപൂർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹിന്ദി മൂവിയായിരുന്നു എനിമൽ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ വലിയൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്തെ പറഞ്ഞ ഒരു സംഭവമാണ്. ജനുവരി മാസം 26-ാം തീയതി ഈ സിനിമ OTT റിലീസ് ചെയ്യുന്നുള്ളത് നെറ്റ്ഫ്ലിക്സ് വഴി. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. ജനുവരി മാസം 26-ാം തീയതി തന്നെ റിലീസ് ചെയ്യുന്ന സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടായിരിക്കും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുക എന്നുള്ള അപ്ഡേറ്റാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് നമ്മുടെ തെലുങ്ക് സൂപ്പർ സ്റ്റാർ മഹേഷ് ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഗുണ്ടൂർകാർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. മിക്സഡ് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ റിലീസിംഗ് ഡേറ്റിനെ കുറിച്ച്. ഫെബ്രുവരി മാസം 9-ാം തീയതി ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് റിലീസിംഗ് അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്ന സമയത്ത് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരുവിധ ആൾക്കാരൊക്കെ കാത്തിരിക്കുന്ന ഒരു ലവ് സ്റ്റോറി ആയിരുന്നു സപ്തസാഗരയുടെ അച്ചേലോ സൈഡ് B എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ നായകനായ രക്ഷിത് ഷെട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് ഈ സിനിമ പ്രതീക്ഷിക്കാം. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ. സപ്തസാഗരയുടെ എലോ സൈഡ് B എന്ന സിനിമ. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആരൊക്കെ എന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഈ ലിസ്റ്റിലെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അവരോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.